നല്ല പടം. ക്യൂനി എലിസബത്ത് എന്ന ഈ ചിത്രം എം പത്മകുമാർ എന്ന സംവിധായകൻ്റെ ഒരു നല്ലൊരു ചിത്രമാണ്. നരയനും അതേപോലെ മീരാസ്മിനും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. മീരാസ്മിൻ്റെയും നരയൻ്റെയും അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ്. നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവരെ കാണുന്ന പോലെ തന്നെ നല്ലൊരു ക്യൂട്ട് മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. നല്ലൊരു തിരിച്ചുവരവാണ് ഇത്. തിരിച്ചുവരവൊക്കെ തന്നെയല്ലേ. സോ അതിന് സന്തോഷം. വീണ്ടും സ്ക്രീനിൽ കണ്ടപ്പോൾ അവരുടെ കോംബോ അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല പേരാണ്, രസമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. ബഷീർ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. പല സ്ഥലങ്ങളിലും ഹ്യൂമർ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞങ്ങളുടെ കോംബോ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ കോൾസ് വന്നിട്ട് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് പല സ്ഥലത്തുനിന്ന് വന്നു. ഇനിയിപ്പോൾ ഞാനിപ്പോഴാണ് പടം ഫുൾ കാണുന്നത് തിയേറ്റർ ഓഡിയൻസിൻ്റെ കൂടെ. ഇനി ആസ് ഓഫ് നൗ വെരി ഗുഡ്. സന്തോഷം. തീർച്ചയായിട്ടും പെട്ടെന്ന് ഈ പടം കാണും തിയേറ്റേഴ്സ്. ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ചേച്ചിയാണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് എഴുതുന്നുണ്ട്. പപ്പയുള്ള മൂവി ഭയങ്കര അടിപൊളിയായിട്ടാണ്. എനിക്ക് ആക്ച്വലി വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഫീൽ ഗുഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീൽ ഗുഡിനേക്കാൾ കൂടുതൽ എനിക്ക് കുറേ പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു ഇൻ്റർവെല്ലിൻ്റെ ടൈമിൽ ഞാൻ വെളിയിലിറങ്ങില്ല. സാധാരണ ഇൻ്റർവെല്ലിൽ ഞാൻ വെളിയിലിറങ്ങണം, ഞാൻ കരയായിരുന്നു. അതുകൊണ്ട് ഞാൻ വെളിയിലിറങ്ങിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കരച്ചൊക്കെ പിടിച്ച് വെച്ചിട്ടായിരുന്നു. പക്ഷേ ബാക്കി കാണണമോ തന്നെയായിരുന്നു. കാരണം ഡാർക്ക് ആയിരിക്കുമോ എന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, ഭയങ്കര രസമുണ്ട്. ഇമോഷൻസ് എല്ലാം നമുക്ക് വരും. ചിരിയാണെങ്കിലും കരച്ചിലാണെങ്കിലും എല്ലാം വരും. എല്ലാവരും കാണാം, ഡെഫിനറ്റായിട്ടും കാണാം. പേഴ്സണലി ഭയങ്കര ഒരു റോം കോമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ പറഞ്ഞ മാതിരി നമ്മൾ വിഷമിച്ച് വരേണ്ട ഒരാവശ്യം വരുന്നില്ല. ഹെവി ഹാർട്ടഡ് ആയിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. വെരി ബ്യൂട്ടിഫുൾ മൂവി. അസലായിട്ട് അഭിനയം പിന്നെ നമുക്ക് ആരുടെയും പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. ഒരു ലൈറ്റ് ഹാർട്ടഡ് ബ്യൂട്ടിഫുൾ ഫിലിം. നമുക്ക് സന്തോഷമായിട്ട് ഇറങ്ങി വരാം. ഫാമിലി മൂവിയാണ് തീർച്ചയായിട്ടും. എല്ലാ ഫാമിലി ഓഡിയൻസിന് ശരിക്കും ധൈര്യത്തോടു കൂടിയിട്ട് തിയേറ്ററിൽ വന്ന് കണ്ടുപോകാം. വീണ്ടും അവരുള്ള കോമ്പിനേഷൻ കണ്ടപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് നരയൻ ഏത് നല്ല ഭംഗിയുള്ള, ഏത് നന്നായി അഭിനയിക്കുന്ന ഏതൊരു കുട്ടിയുടെ കൂടെ അഭിനയിച്ചാലും ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള പോലെ തന്നെ എനിക്ക് അച്ഛനമ്മ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കോമ്പോ ഇഷ്ടമാണ്. നാലാമത്തെ പടമാണ്. അതെ 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 ശരി. ഈ ഒരു കോമ്പോ ആണോ ഏറ്റവും കൂടുതൽ? അങ്ങനെ പറഞ്ഞാൽ അപ്പം ബാക്കിയുള്ള നടിമാർക്കൊക്കെ വിഷമാവില്ല. മലയാളത്തിൽ ശരിയാണ്, മലയാളത്തിൽ. പക്ഷെ കാവ്യയുടെ കൂടെ ഉള്ള പടങ്ങളുണ്ട്. പിന്നെ ഒരുപാട് നല്ല നടിമാരുടെ കൂടെ അഭിനയിച്ചിട്ടില്ല. അപ്പം ഇന്ന ആള് മാത്രം എന്ന് പറയുന്നത് തെറ്റായിപ്പോകും. പക്ഷെ ഇവരുടെ കോംബോ ഗംഭീരമാണ്. അത് ശരിയാണ്. പ്രേക്ഷകരോട് പടം എന്തായാലും പോയി കാണണം. കുടുംബ പ്രേക്ഷകർക്ക് ഏറ്റവും സന്തോഷമായിട്ട് ഈ അവധിക്കാലത്ത് പോയി കാണാവുന്ന ഒരു പടമാണ് തീർച്ചയായും. വലിയ പടങ്ങളൊക്കെ തിയേറ്ററിലുണ്ട്. അതെ, ഏതാണ് വലിയ പടങ്ങളുള്ളത്? പക്ഷെ അതൊക്കെ വെവ്വേറെ ജോണേഴ്സ് അല്ലേ. ഇപ്പം ഈ ജോണർ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഞാൻ ത്രില്ലർ കാണുന്ന ഞാൻ തന്നെ ഒരു റോം കോം കണ്ടാൽ പോവില്ലേ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇന്ന പടം കാരണം മറ്റേ പടം ഓടില്ല എന്നൊന്നുമില്ല. തിയേറ്റർ ഉണ്ടോ പടം ഓടിക്കോളും.